ചെങ്ങായിമാരെന്ന് മനോരമ ന്യൂസിലുണ്ടല്ല പെട്രോൾ വില വർധനവിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന നമ്മളെ സംഘി മേജർ ഡിന്നില്ലേ, മേജർ ഡിന്നിന നമ്മൾ നിഷാ പുരുഷോത്തമനും സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കൂടി ഉണ്ടല്ല കണ്ടം വഴി ഓടിച്ച്. നമുക്കെന്താ നമ്മളെ സംഘി മേജർ ഡിന്നി കണ്ടം വഴി ഓടുന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അതിനുശേഷം ഉണ്ടല്ല അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടി പറയാം. നമസ്കാരം. എല്ലാവരും മുണ്ടു മുറുക്കി കൊടുത്ത് ജീവിക്കാൻ തയ്യാറാവുക. 11 ദിവസത്തിനിടെ 4ാം തവണയും ഇന്ധനവില വൻതോതിൽ കൂട്ടി. രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇന്ത്യയിലെ ഈ കൂട്ടൽ. വരാനിരിക്കുന്നത് വൻ വിലക്കയറ്റത്തിന്റെ ദിവസങ്ങളെന്ന് ഉറപ്പ്. 2 ആഴ്ച മുൻപ് പ്രധാനമന്ത്രി നൽകിയത് അദ്ദേഹത്തിന്റെ പാർട്ടി വക്താക്കൾ അവകാശപ്പെട്ടതുപോലെ കേവലം ഒരു ഉപദേശം മാത്രമായിരുന്നില്ല, മുന്നറിയിപ്പാണെന്ന് ഇപ്പോൾ വ്യക്തമായി. പക്ഷേ മോദി പറഞ്ഞതുപോലെ സ്വർണ്ണം വാങ്ങലല്ല നാം കുറയ്ക്കേണ്ടി വരിക, പാലും പച്ചക്കറിയും പഞ്ചസാരയും പോലും ചുരുക്കേണ്ടി വരും. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറച്ചതുകൊണ്ട് രാജ്യം രക്ഷപ്പെടുമോ? പ്രതികരിക്കുന്ന ജനങ്ങളെ പാറ്റയെന്നും പല്ലിയെന്നും വിളിച്ചതുകൊണ്ട് മിണ്ടാതിരിക്കാനാവുമോ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ പെട്രോൾ 50 രൂപയ്ക്ക് തരുമെന്ന് വീമ്പിളക്കിയവരും കാളവണ്ടിയും ഉന്തുവണ്ടിയും തള്ളിയവരും ഗ്യാസ് കുറ്റി തലയിൽ വെച്ച് തെരുവിലിറങ്ങിയവരും ഇന്ന് എവിടെയാണ്? സംസ്ഥാനത്തിന് അധികമായി കിട്ടുന്ന വരുമാനം വേണ്ടെന്ന് വെച്ച് അല്പം ആശ്വാസം നൽകണമെന്ന് മുമ്പ് വാദിച്ചവർ ഇപ്പോഴണങ്ങാത്തത് എന്തുകൊണ്ടാണ്? കേണൽ ഡിന്നി, പശ്ചിമേഷ്യൻ സംഘർഷം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു എന്ന സൂചന വന്നതോടുകൂടി സമാധാന കരാറിലേക്ക് എത്താൻ പോകുന്ന സൂചന വന്നതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് വില കുറഞ്ഞു. ആ കുറഞ്ഞ ഉടനെ ഇന്ത്യയിൽ വീണ്ടും എണ്ണവില കൂട്ടുന്നതിന്റെ യുക്തി എന്താണ്? നമുക്ക് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം, അതായത് നമ്മളെ ഓയിൽ കമ്പനീസ് ഈ വില നിശ്ചയിക്കുന്നത് 15 ദിവസത്തിന്റെ ഒരു റേഷ്യോ എടുത്തിട്ടാണ്. അപ്പൊ ഇന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ലോജിക് അത്രേ ഉള്ളൂ. 15 ദിവസം മുൻപത്തിന്റെ തൊട്ട് ഇന്ന് വരെയുള്ള എടുത്തിട്ടാണ് അവർ ആ റേറ്റിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ പോലെ ഈ ഒരു സംഘർഷത്തിന് ഒരു അവസാനം വരുന്നത് എന്നുള്ള രീതിയിൽ വരുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. വരും ദിവസങ്ങളിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. ഇതോടെ നമ്മൾ കമ്പയർ ചെയ്ത് വെച്ചാൽ മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു നടന്നുള്ളതാണ്. ഞാൻ വലിയ ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല മാം, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് മുൻപ് ഒരു ചരിത്രം കൂടി ഉണ്ട്. 73 ഒരു അറബ് ഇസ്രായേൽ വാർ നടന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്രൈസിസ് വന്നത്. നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് അന്ന് യെസ് ഡെഫിനറ്റ്ലി ഇന്ദിരാഗാന്ധിക്ക് ഒരു 2 മോൺസൂണും ചീത്തായി. ആ രീതിയിലേക്ക് വന്നിട്ട് 1975 എമർജൻസിയിലേക്ക് പോലും അത് നയിച്ചു. 1990 ഗൾഫ് വാർ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. കുവൈത്തും ഇറാഖും ഒക്കെ ആയിട്ടുള്ള യുഎസിന്റെ വലിയൊരു പ്രശ്നം വന്നു. ആ ഗൾഫ് വാർ സമയത്ത് നമുക്ക് ഓയിൽ കിട്ടാതെ വന്നു. ആ ഓയിൽ കിട്ടാതെ വന്ന് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ തകർന്ന് അവസാനം നമുക്ക് നമ്മുടെ സ്വർണ്ണം പണയം വെക്കാൻ വേണ്ടി സ്വിറ്റ്സർലൻഡിലും ഇംഗ്ലണ്ടിലും വരെ പോണ്ടി വന്നു. അതുപോലെ തന്നെ 2007-8 കാലഘട്ടം പെട്ടെന്ന് ഒരു ദിവസം പെട്രോളിന്റെ വിലയൊക്കെ കൂടി $147 മില്യൺ 140 ബാരൽ പെർ ബാരൽ അതിന്റെ റേറ്റ് പോയി. അന്ന് ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഗവൺമെന്റ് അന്ന് ഓയിൽ ബോൺസ് ആണ് ഇറക്കിയത്. ആ ഓയിൽ ബോൺസ് പിന്നെ 2013 കാലഘട്ടം വരെ അതിങ്ങനെ കൊടുത്തോണ്ടിരുന്നു. അവസാനം നമ്മൾ ഫ്രജൈൽ ഫൈ എക്കോണമിയിലേക്ക് മാറി. അപ്പൊ ആ രീതിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി 2022 റഷ്യ യുക്രൈൻ വാറിൽ പഴയ കാര്യങ്ങൾ പറയണമെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്. താങ്കളും ബിജെപി വക്താക്കൾ എല്ലാവരും പറയുന്ന ഒന്ന്, ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം 3 മാസം കേന്ദ്ര സർക്കാർ വില കയറ്റിയില്ലല്ലോ, വില കൂട്ടിയില്ലല്ലോ, ഞങ്ങൾ മാനേജ് ചെയ്തില്ല, അതാണ് സർക്കാരിന്റെ വലിയ നേട്ടമായി പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ വില പിടിച്ചു നിർത്തുന്നതിന് കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? കാലാകാലങ്ങളിൽ എത്രയാണ് കൂട്ടിയിട്ടുള്ളത്? ആ സമയത്ത് കഴിഞ്ഞ 10-11 വർഷത്തെ ബിജെപി ഭരണത്തിൽ കൂട്ടിയ എണ്ണവിലയുടെ ശതമാനം എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ താരതമ്യം ചെയ്യുന്ന ലോകത്തെ മറ്റു രാജ്യങ്ങളുടെ വർധനയുമായിരുന്നു താരതമ്യം ചെയ്ത് താങ്കൾക്ക് പറയാം. തീർച്ചയായിട്ടും മാം, നോക്കൂ, നമ്മൾ ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ അത് കൂടി തന്നെ ഇരിക്കും. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും മാത്രമേ വില കുറയത്തുള്ളൂ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടുന്ന അനുസരിച്ച് നമ്മുടെ ഇവിടെ വില കൂടും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഡോളറിന്റെ റേറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് വില കൂടും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം കഴിഞ്ഞ 10 വർഷം നിങ്ങൾ പറയുന്നു ലോകത്ത് ഇപ്പോൾ ഏറ്റവും കുറച്ച് എണ്ണവില പെർസെന്റേജ് ശതമാനം കണക്ക് നോക്കിയാൽ 3 മാസത്തിൽ ഏറ്റവും കുറഞ്ഞ ശതമാനം എണ്ണവില കൂട്ടിയത് ഇന്ത്യയാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന ശതമാനം എണ്ണവില കൂട്ടിയ രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. അതെന്താണ് പറയാത്തത്? അതുകൊണ്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും 110 രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. ഇല്ല മാം, നോക്കൂ, നമ്മൾ വില കുറച്ചിട്ടില്ല എന്ന് പറയുന്നത് മാർച്ച് 2024 നമ്മൾ കുറച്ചിട്ടുണ്ട്. 2 രൂപ വെച്ചിട്ട് ഡീസലിന് പെട്രോളിനൊക്കെ വില കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ വില കൂട്ടിയില്ല എന്നുള്ള കാര്യം എന്താ മാം പറയുന്നത്? അതിന്റെ കാരണം എന്താണ്? നമ്മൾ ഈ ഡോളർ അതായത് ബാരലിന്റെ വില കഴിഞ്ഞ 3 മാസത്തെ മാത്രമല്ലല്ലോ ഒരു രാജ്യത്തിന്റെ അളവുകോൽ, സമ്പദ് വ്യവസ്ഥയുടെ അളവുകോൽ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടെ കൂട്ടിയ ശതമാന കണക്ക് ലോകത്താകെ മറ്റ് രാജ്യങ്ങൾ കൂട്ടിയിട്ടുള്ള ശതമാന കണക്കിൽ എവിടെ നിൽക്കുന്നു? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അമേരിക്കയാണോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടെ അവിടുത്തെ എണ്ണവിലയിൽ ഉണ്ടായ വർധന 36%. ഇന്ത്യയിലെ 63%. ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ് പറയുന്നത് ബിജെപി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് മറുചോദ്യം ചോദിക്കുകയാണ്. അമേരിക്ക എത്രമാത്രം ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇന്ത്യ എത്രമാത്രം ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതെന്താണ് മാം പറയുന്നത്? ഒരു സ്വന്തമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യത്തിന് പ്രധാനമന്ത്രി കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ് സാർ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് സ്വന്തമായിട്ടുള്ള സോളാർ പവർ എനർജി അത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ ആഭ്യന്തര ഉൽപാദനം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ 2015-16 36.9 മില്യൺ മെട്രിക് ടൺ ആയിരുന്നെങ്കിൽ അതിപ്പോൾ അത് കുറഞ്ഞ് 28.7 മില്യൺ മെട്രിക് ടൺ ആയി മാറിയെന്ന് കോൺഗ്രസ് പറയുന്നു. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. മാം, അതിനകത്ത് ഞാനത് ആ ഒരു അതിന്റെ എക്സാക്ട് ഫിഗേഴ്സ് ഞാൻ മാം പറഞ്ഞാൽ ഇതിന്റെ ഈ ചാനൽ കഴിഞ്ഞു. പക്ഷെ അതൊരു തെറ്റാന്നുള്ള രീതിയിൽ, കാരണം ഈ യുദ്ധം തുടങ്ങുന്ന സമയം തുടങ്ങി കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ട് നമ്മൾ ആഭ്യന്തരമായിട്ടുള്ള പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് എത്രമാത്രം ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന അതിനെക്കാട്ടി ചില റിഫൈനറീസ് ഒക്കെ 110% ഔട്ട്പുട്ട് രീതിയിലാണ് പോകുന്നുള്ള റിപ്പോർട്ട്സ് നമുക്ക് കിട്ടി. അപ്പൊ അത് ശരിയായിട്ടുള്ള കണക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2015-2026 മനസ്സിലാവുന്ന അനുസരിച്ച് ക്രൂഡ് ഇറക്കുമതി
80.6% നിന്ന് 89.4% ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം. താങ്കൾ പറയുന്നു യുദ്ധം തുടങ്ങിയ ശേഷം ആഭ്യന്തര ഉത്പാദനം കൂട്ടിയെന്ന്. എത്ര ശതമാനം കൂട്ടി? പിന്നെ എത്രമാത്രം കൂടി എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്ക് ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാം മുമ്പ് ഞാൻ പറഞ്ഞുതരാം. മേരി ജോർജ്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അമേരിക്ക ഇറാൻ സമാധാന കരാർ വരാൻ പോകുന്നു എന്നൊരു സൂചന രാവിലെ വരികയും ക്രൂഡ് വിലയിൽ കുറവുണ്ടാകുകയും ചെയ്തപ്പോൾ ഇന്ത്യയിൽ മാത്രം ഇടുത്തി പോലെ വില വീണ്ടും കൂട്ടുന്നു. ഡോക്ടർ മേരി ജോർജ്, ചിലരെങ്കിലും പറയുന്നു ഇനി ഉടനെ എങ്ങനെ യുദ്ധം തീർന്നു പോയാൽ ആ കാരണം പറഞ്ഞ് കൂട്ടാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഇപ്പോൾ കിട്ടിയ അവസരം മുതലാക്കുകയാണെന്ന്. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഈ എണ്ണ കമ്പനികളുടെ നഷ്ടക്കണക്ക് പറച്ചിൽ എത്ര കണ്ട് വിശ്വസനീയമാണ്? നിഷ, ഞാനിപ്പോ അത് തന്നെ ഒരു ചാനലിൽ പറഞ്ഞിട്ട് വരികയാണ്. അതായത് ഇനി യുദ്ധം ശ്രീ നരേന്ദ്രമോദിയും ട്രംപുമായി സംഭാഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, സൗഹൃദ സംഭാഷണം. അങ്ങനെ അത് മാത്രവുമല്ല, ഇസ്രായേലും അമേരിക്കയിൽ നിന്ന് തന്നെ വലിയ എന്താ പറയുക വിമർശനം ഉയരുന്നു. യുദ്ധം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യുദ്ധം നിൽക്കും താമസിയാതെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന യാത്രയും ഈസിയാകും. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ധനത്തിന്റെ വില, അതായത് ക്രൂഡിന്റെ അന്താരാഷ്ട്ര വില കുറയാനാണ് സാധ്യത. എന്നിട്ടും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം അടുപ്പിച്ച് 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ വർധനവ് വന്നത് തീർച്ചയായിട്ടും ഈ അവസരം മുതലെടുക്കണം എന്ന് തന്നെ കരുതിയിട്ടാകണം. അപ്പൊ നിഷ ചോദിച്ചതുപോലെ ഇവിടെ എല്ലാവരും സംസാരിച്ചത് ഇതേപ്പറ്റി തന്നെയാണല്ലോ. അതായത് 2002 വാജ്പേയി ഗവൺമെന്റ് ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് ആക്ട് പാർലമെന്റിൽ കൊണ്ടുവന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയം വിപണിക്ക് വിട്ട സമയത്ത് ആ അമെന്റ്മെന്റ് ആക്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുന്നുവോ അപ്പോഴൊക്കെ രാജ്യത്തിനകത്തും കുറയും, എപ്പോഴൊക്കെ വർദ്ധിക്കുന്നുവോ അപ്പോഴൊക്കെ വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അമെന്റ്മെന്റ് ആക്ടിൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പോൾ നേരത്തെ മാത്യു കുഴൽനാടൻ തന്നെ പറഞ്ഞു, അതായത് 2020 $20 വന്നു എന്ന്. എനിക്ക് തോന്നുന്നു അന്ന് $19 വില താണു അന്താരാഷ്ട്ര വില. പക്ഷെ അപ്പോഴും ഇന്ത്യയിൽ കുറച്ചില്ല. അത് മാത്രമല്ല, 2016 $27 വരെ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞു, അപ്പോഴും ഇന്ത്യയിൽ കുറച്ചില്ല. അപ്പോൾ ഈ അമെന്റ്മെന്റ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ കുറയും അപ്പോഴൊക്കെ ഇന്ത്യയിലും കുറയുമെന്ന്. അത് നടപ്പാക്കിയിട്ടില്ല. പക്ഷേ എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയോ അപ്പോഴൊക്കെ ഇന്ത്യയിലും വില കൂട്ടാനായിട്ട് വളരെ ശക്തമായ രീതിയിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ദ ഹിന്ദു ബിസിനസ് ഇത് നോക്കിയാൽ അറിയാം, നമ്മുടെ ഓയിൽ കമ്പനികളിൽ ഒട്ടുമിക്ക കമ്പനികളും വലിയ ലാഭത്തിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു IOC ഒക്കെ 5000 കോടി രൂപയിലധികം ലാഭമാണ് ഈ വർഷം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ അവ നഷ്ടത്തിലാണ്. അവ ഒരു പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അവരുടെ നെറ്റ് ഇൻകം നഷ്ടത്തിലായിരുന്നിരിക്കാം, അത് പുറത്തു വന്നിട്ടില്ലല്ലോ. അപ്പൊ അത് നഷ്ടത്തിലാണെങ്കിൽ പോലും ഈ ഇത്ര വലിയ ലാഭം ഈ വർഷങ്ങളിൽ ഏറ്റെടുത്ത് അനുഭവിച്ച കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ വില വർദ്ധിപ്പിക്കരുത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ നിഷ, അതായത് പെട്രോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷന്റെ ചാപ്റ്റർ 8 അനുച്ഛേദം 42 എന്താണ് പറയുന്നത്? ഇപ്പോഴും 51% ഷെയറുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ് ഈ പെട്രോളിയം കമ്പനികളുടെ. അതുകൊണ്ട് തന്നെ വില നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ വർദ്ധിപ്പിക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചാൽ മാത്രം ഓയിൽ കമ്പനികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് വർദ്ധിപ്പിക്കണമെന്നില്ല. ഗവൺമെന്റിന് കൂടി തോന്നണം ഇത് വർദ്ധിപ്പിക്കണമെന്ന്. അപ്പൊ ഗവൺമെന്റിന് തോന്നി വർദ്ധിപ്പിക്കണം, ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് എന്തുകൊണ്ട് തോന്നി? ഇങ്ങനെ സംഭരിക്കുന്ന ലാഭവിഹിതം ആർക്കാണ് പോകുന്നത്? 51%-ലധികം ഓഹരി വിഹിതം ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കുമ്പോൾ ലാഭവിഹിതം ഡിവിഡന്റ് ആയിട്ട് പോകുന്നതും ഗവൺമെന്റിന്റെ പക്ഷത്തേക്ക്. അങ്ങനെ ഗവൺമെന്റ് സംഭരിച്ചു വെക്കുന്ന പണമാണല്ലോ ഇപ്പൊ നമുക്കറിയാം ബീഹാറിൽ ഇത് ജയിക്കാൻ വേണ്ടി ഓരോ സ്ത്രീക്കും 10,000 രൂപ വീതം കൊടുത്തത് BJP ഗവൺമെന്റാണ് കൊടുത്തത്, നരേന്ദ്രമോദിയാണ് ഓഫർ ചെയ്തത്. അപ്പൊ ഇങ്ങനെ സംഭരിച്ചു വെച്ചാൽ മാത്രമേ ആവശ്യം അനുസരിച്ച് ഇതെടുത്ത് ചെലവഴിക്കാൻ ഒക്കൂ എന്ന് അറിയാവുന്നവരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചക്കള്ളം എന്ന് പറഞ്ഞ പഴയ കേണലിനെതിരെ നിഷാ പുരുഷോത്തമനും മേരി ജോർജും കൂടി ഉണ്ടല്ല അവിടെ കിടന്ന് അങ്ങ് അടിച്ചു കയറുമ്പോ നമ്മളെ കേണലുണ്ടല്ല അവിടെ ഇരുന്ന് അങ്ങ് മെഴുകുകയാണ്. ഒരു 1.5 മെഴുകയാണ്. വെറുതെ ഒരുപാട് നല്ല കേണൽമാരില്ലേ, അവരെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് കേണൽമാരുണ്ട് നല്ലവരെയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ഈ കേണലുണ്ടല്ല പണ്ട് നിഷ്പക്ഷനായി വന്നിരുന്നില്ല, സംഘികളെ വല്ലാതെ അങ്ങ് സുഖിപ്പിക്കലായിരുന്നു. അവസാനം ഈ കേണലിന്റെ കാവി കളസില്ലേ, ആ കാവി കളസ് എല്ലാരും കണ്ടപ്പോ നമ്മളെ കേണലുണ്ടല്ല ആ ചാണകക്കൊണ്ടിലേക്ക് ഒരൊറ്റ ചാടല്, 1.5 ചാടല്. എന്നിട്ട് ഇപ്പോഴുണ്ടല്ലോ ഒരു മുൻ കേണലാന്ന് വരെ നോക്കാതെ ഇങ്ങനെ സംഘികളെ ഒരു നാണമില്ലാതെ ന്യായീകരിക്കുന്നു ഈ ചങ്ങായി. ഇനി അടുത്ത PSC കിട്ടില്ല, മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ വരും. എന്തായിരിക്കും ക്വസ്റ്റ്യൻ എന്നറിയാം? കുറയുമ്പോഴും കൂടുമ്പോഴും നല്ലോണം കൂടും, എന്നിട്ടില്ല ആദ്യം കുറയുമ്പോൾ ആദ്യം നല്ലോണം കൂടും, സാധനം ഏത് എന്നായിരിക്കും അടുത്ത PSCക്കുള്ള ഏറ്റവും നല്ല ചോദ്യം. PSCക്ക് മാത്രമല്ല പല സംഭവങ്ങളിലും ഈ ചോദ്യം ഉണ്ടാവും. എന്നാലും അതൊക്കെ പോലെ രാജ്യം ബഹുമാനിക്കുന്ന, ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു കേണൽ പദവിയിലിരിക്കുന്ന ഈ ചങ്ങയുണ്ടല്ല ഇങ്ങനെ സംഖ്യക്ക് വേണ്ടി, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നാണുമാനും ഉളുപ്പില്ലാതെ ന്യായീകരിക്കണമെങ്കിൽ കുറച്ചെങ്കിൽ ഉളുപ്പ് വേണ്ട കേണല്. എന്തായാലും ആ ചങ്ങയുണ്ടല്ല പഴയ കേരളം നോക്കാതെ വെറും സംഖ്യയാണെന്ന രീതിയിൽ കണ്ടം വഴി ഓടിച്ച നിഷാ പുരുഷോത്തമനും മേരി ജോർജിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.